എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഒരു അൺബോക്സിങ് എന്ന് പറഞ്ഞ് പുതിയതായിട്ട് വാങ്ങിച്ച സാധനങ്ങൾ കാണിക്കുമല്ലോ. ഇതിപ്പോൾ അൺബോക്സ് ചെയ്ത് ഞാൻ വാങ്ങിച്ച ഒരു സ്കില്ലറ്റ്, ഒരു ഫ്രൈയിങ് പാനാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ റിപ്പബ്ലിക് ഡേ സെയിലിൽ ഒത്തിരി കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാസ്റ്റ് അയൺ ഫ്രൈയിങ് പാൻ വാങ്ങിക്കണമെന്ന്. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു, ഓൺലൈൻ വാങ്ങിച്ചപ്പോൾ അതിന് നീണ്ട ഹാൻഡിലുണ്ട്, അയൺ ഹാൻഡിലുണ്ട്. അത് ഞാൻ അടുപ്പിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്കത് പിടിക്കാൻ വയ്യ. അത് ഇങ്ങനെ ആ ഹാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ അത് പൊക്കാൻ പറ്റത്തില്ല. അതിന് നല്ലൊരു 2.5 കിലോ 3 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ഹാൻഡിൽ പിടിച്ച് അത് പൊക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഈ റിപ്പബ്ലിക് ഡേ സ്റ്റൈലിന് കണ്ട് ഈ കാസ്റ്റ് അയൺ സ്കില്ലറ്റ് കണ്ടത്. ഇതിന് 2 വശത്ത് ഹാൻഡിലുണ്ട്. നമുക്കിങ്ങനെ ഒഴിക്കാനുള്ള ഈ ചെറിയ ഒരു ഓവ് പോലൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇത് വളരെ സൗകര്യമായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ വെയിറ്റ് 2 കിലോ ആണ്. ഇത് അവർ പ്രീ സീസൺഡാണ് എന്നാണ് പറയുന്നത്. ഇതിന് 2975 എന്നാണ് അതിൽ പ്രിൻറ്റഡ് പ്രൈസ്. ശരിക്കുള്ള വില എത്രയാണെന്ന് ആർക്കറിയാം. പക്ഷേ ഇത് 2000 രൂപയ്ക്കാണ് ഇപ്പോൾ ഓഫറിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എന്താണ് ഇത് വാങ്ങിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പ് ഞാൻ എല്ലാം കാസ്റ്റ് അയൺ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കാസ്റ്റ് അയൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് ഈ നോൺ സ്റ്റിക്ക് വന്നപ്പോൾ ഞാൻ എല്ലാം നോൺ സ്റ്റിക്കിലേക്ക് മാറി. ഈസ് ഓഫ് യൂസും വെയിറ്റ് കുറവും, കഴുകാനും ഒക്കെ കുറേ കൂടെ എളുപ്പമാണ്. ഇതിന് മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കാസ്റ്റ് അയൺ എല്ലാം 1978 എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് താമസിക്കുമ്പോൾ അമ്മ വന്ന് അടുക്കളയിൽ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ കുറേ പാത്രങ്ങളും ഒക്കെ വാങ്ങിച്ചതാണ്. ആ ചീനച്ചട്ടിയൊക്കെ ഞാൻ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 1978 തൊട്ട് 2023 വരെ എന്ന് പറയുമ്പോൾ 40 വർഷത്തിന് കൂടുതലായി. അപ്പം ഇതൊക്കെ ഇപ്പോൾ സ്മൂത്തായിട്ട് നല്ല നോൺ സ്റ്റിക്ക് പോലെ. ഇത് ഞാൻ 1978 അമ്മ വാങ്ങിച്ച് തന്ന ഒരു ചീനച്ചട്ടിയാണ്. ഇതൊക്കെ ഇപ്പോഴും നല്ല സ്റ്റേഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിൻ്റെ പിടിയൊന്നും പോയിട്ടില്ല. ഇത് ബൈ യൂസ് ഇതെല്ലാം സ്മൂത്തായി. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് ഇഫക്റ്റാണ് അതിന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് നമുക്കറിയാമല്ലോ, ഇത് സ്റ്റിക്കി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഉപയോഗിച്ച വല്ല കാരണങ്ങൾ കൊണ്ട് ഇതിന് സ്റ്റിക്കി ആകുകയാണെങ്കിൽ നമ്മളതിനകത്ത് ഒരു മുട്ട ഉടച്ച് ഇട്ട് പൊരിച്ച് ചുറ്റും ഒക്കെ ആക്കി ഇനി മാറ്റിയാൽ മതി. അല്ല ഒരു മുട്ട പൊടിച്ചത് ഒരു തുണിയിൽ കിഴി കെട്ടി റബ്ബ് ചെയ്താലും മതി. ചിലർ ഉള്ളി വെച്ച് ചെയ്യുന്നത് പറയുന്നുണ്ട്, അതെനിക്കറിയത്തില്ല. പക്ഷേ ഈ പാനിനൊക്കെ ഇതിന് ഏതാണ്ട് ഒരു 1.5 കിലോയോളം വെയിറ്റ് ഉണ്ട്. ഇതിന് ഒരു 1 കിലോ 1.25 കിലോ വെയിറ്റ് ഉണ്ട്. ഇതും 1978 കാലത്തെ സാധനങ്ങളാണ്. പിന്നെ എനിക്കുള്ളത് ദോശക്കല്ലാണ്. ഈ ദോശക്കല്ലിന് 2 കിലോ വെയിറ്റ് ഉണ്ട്. ഈ ദോശക്കല്ല് ഉപയോഗിക്കാതെ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ ഞാനിപ്പോൾ സീസൺ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ 2 കിലോ വെയിറ്റുള്ള ദോശക്കല്ലിൽ ദോശയൊക്കെ നല്ല ക്രിസ്പായിട്ട് മൊരിഞ്ഞ് വിട്ട് വരും. ഇത് ശരിയായിട്ട് ഇനിയും ഒന്നുകൂടെ സീസൺ ചെയ്യണം. അപ്പോൾ ഈ ദോശക്കല്ല് ഇതിന് 2 കിലോ വെയിറ്റ് ഉണ്ട്. പിന്നെ അപ്പച്ചട്ടി അന്നത്തെ അപ്പച്ചട്ടി ഇത് അപ്പച്ചട്ടിയും ഇതതിൻ്റെ അടപ്പ് ഇത് അടുപ്പേ വെച്ച് അടപ്പ് അടച്ച് വെച്ച് മുകളിൽ തൊണ്ടിട്ട് അപ്പം ഉണ്ടാക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. കോട്ടയത്ത് എൻ്റെ ബോസായിരുന്ന ഒരു ആളാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് അപ്പം ചൂടേണ്ടതെന്ന്. പിന്നെ എനിക്കൊരു ചപ്പാത്തി കല്ലും കൂടെ ഉണ്ട്. അതെവിടെ പോയിന്ന് കാണുന്നില്ല. ആ ചപ്പാത്തി കല്ല് ഞാനത് ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രമല്ല, എനിക്ക് മുട്ട പൊരിക്കാനെന്ന് പറഞ്ഞാണ് അമ്മ വാങ്ങിച്ചത്. നടുവ് കുഴിഞ്ഞുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും കൊല്ലം 40 കൊല്ലമായിട്ട് യാതൊരു വെയർ ആൻഡ് ടയറും ഇല്ലാതെ ഞാൻ കോൺസ്റ്റൻ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഈ നോൺ സ്റ്റിക്ക് വന്നപ്പോഴും ഞാൻ നോൺ സ്റ്റിക്ക് വാങ്ങിക്കുകയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഹൈ കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞപ്പോൾ എണ്ണയില്ലാതെ ഉണ്ടാക്കാം എന്നൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് വാങ്ങിച്ചത്. അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൽ നിന്ന് തിരിച്ച് ഞാൻ എൻ്റെ പഴയ പാത്രങ്ങൾ തപ്പിയെടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവരും പറയുന്നുണ്ട് നോൺ സ്റ്റിക്കിൽ നിന്ന് വരുന്ന ഫ്യൂംസ് ഇൻഹെയിൽ ചെയ്താൽ ലങ് ക്യാൻസർ വരും എന്ന്. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ ഞാൻ മറന്നു പോകും. അടുപ്പയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന നേരം കൊണ്ട് ഈ നോൺ സ്റ്റിക്ക് ഫ്യൂംസ് വരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അത് കുറയ്ക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഈ നോൺ സ്റ്റിക്കിൽ നിന്ന് വരുന്ന ഫ്യൂംസോ ഒക്കെ നമ്മളുടെ ഫുഡിലും കലരും. അപ്പോൾ ഫുഡിൽ കലർന്നാൽ അത് നമുക്ക് ഹോർമോൺസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹോർമോൺ ഡിസ്റപ്റ്റേഴ്സ്. അപ്പോൾ ഹോർമോൺസ് ആണല്ലോ നമ്മുടെ ശരീരത്തിലെ എല്ലാത്തിനെയും ബാലൻസിൽ നിർത്തുന്നത് ഹോർമോൺസാണ്. അപ്പോൾ ഈ ഹോർമോൺ ഡിസ്റപ്റ്റേഴ്സ് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഈ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ
നോൺ സ്റ്റിക്കിൽ നിന്ന് പതുക്കെ മാറുന്നത്. ഈ ചീനച്ചട്ടി രണ്ടും എന്നും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അപ്പച്ചട്ടി ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ദോശക്കല്ല് നോൺ സ്റ്റിക്ക് ദോശക്കല്ലാണ്. ഫ്രൈയിങ് പാൻ നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാനാണ്. ഫ്രൈയിങ് പാൻ നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാൻ ഇതിനേക്കാളും വലുതാണ്. അത് വളരെ ലൈറ്റാണ്. അത് പിടിക്കാനും ഉപയോഗിക്കാനും കഴുകാനും ഒക്കെ എളുപ്പമാണ്. ഇത്രയും വെയിറ്റുള്ള ഒരു സാധനം എടുത്ത് സിങ്കിലോട്ട് ഡമാന്നിട്ടാൽ സിങ്കിൻ്റെ കാര്യവും പോക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കൺസിഡറേഷൻസ് കൊണ്ടാണ് ഇതെടുത്ത് ഇതിന് പകരം മറ്റേ നോൺ സ്റ്റിക്ക് ആക്കിയത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഏറി വരുന്ന ക്യാൻസറുകളും പലതരം രോഗങ്ങളും നമ്മൾക്കറിയാൻ വയ്യാത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം പണ്ട് തൊട്ട് എൻ്റെ മദറിൻലോയുടെ ഒരു ചീനച്ചട്ടി ഉണ്ട്. അതിൻ്റെ ഒരു കാത് പോയി. കാതെന്ന് പറയുന്നത് ഈ സാധനമാണ്. ഒരു കാത് പോയ ചീനച്ചട്ടിയുണ്ട്. എൻ്റെ ഒരു ഹെവി ചീനച്ചട്ടിയുണ്ട്. അതിന് ഒരു 3 കിലോ ഉണ്ട്. അത് കാരണം ഞാനത് മാറ്റി വെച്ച് ഇപ്പോൾ വയസ്സായ പിന്നെ അതൊന്നും ഉപയോഗിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. അപ്പോൾ ഇതിന് ഈ കാസ്റ്റ് അയൺ പാൻ ഞാൻ വാങ്ങിച്ചതിന് 2 കിലോ ആണ്. ഇതിനി എനിക്ക് സീസൺ ചെയ്യണം. അവർ സീസൺഡ് പാൻ എന്ന് പറഞ്ഞാണ് വിറ്റിരിക്കുന്നത്. എങ്കിലും അവരതിൻ്റെ കൂടെ തന്ന കാർഡിൽ ഇത് ലൈഫ് ടൈം വാറൻറ്റി ഉണ്ട്. അവരുടെ മേയറുടെ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിനെന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു സാധനം ഒരു കാസ്റ്റ് അയൺ ഇത് അടുപ്പേ വെച്ചപ്പോൾ പൊട്ടിപ്പോയി. പക്ഷെ അങ്ങനെയൊക്കെ വരുന്നത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ്, അതിൻ്റെ ടെമ്പറിങ് ഒക്കെ ശരിയാകാത്തതുകൊണ്ടാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവർ അത് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇതിനെ രണ്ടാമത് സീസൺ ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എണ്ണ പുരട്ടി അതിൽ നമ്മളൊരു തുണി വെച്ച് നിറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിനെ ചെറിയ തീയിൽ വെച്ച് പതുക്കെ ചൂട് കൂട്ടി നല്ല തീയിലാക്കി വേറൊരു തുണി വെച്ച് ഈ എണ്ണ തുടച്ച് കളഞ്ഞ് സ്മോക്കിംഗ് പോയിൻ്റ് വരുമ്പോൾ വേറൊരു തുണി വെച്ച് ഈ എണ്ണ തുടച്ച് കളഞ്ഞ് കുറേ കൂടെ എണ്ണ ഒഴിച്ച് വീണ്ടും ഹീറ്റ് ചെയ്ത് അങ്ങനെ ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഹീറ്റ് ചെയ്തിട്ട് അതിനെ കൂൾ ചെയ്യുക. അങ്ങനെ ട്വൈസ് എങ്കിലും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ പാന് നല്ല അവരിതൊക്കെ ചെയ്തതായിരിക്കാം, എന്തെങ്കിലും ചെയ്തതായിരിക്കും. പക്ഷേ ഇതിൽ എണ്ണമയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനെന്ന് അവർ പറയുന്നുണ്ട്. ഇനി വാറൻറ്റി രജിസ്റ്റർ ചെയ്യണം. അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കാസ്റ്റ് അയൺ മേയറിൻ്റെ പാൻ. 2975 എന്നാണ് ഇതിൽ വില ഇട്ടിരിക്കുന്നത്. ഇതൊരു ലൈഫ് ടൈം പർച്ചേസ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റേതാണെങ്കിൽ നമ്മൾ എൻ്റെ മെയ്റ്റ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. 2 വർഷം 3 വർഷമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ സ്ക്രാച്ച്ഡ് ആകാൻ തുടങ്ങും. സ്ക്രാച്ച്ഡ് ആകുമ്പോൾ നമ്മളതെടുത്ത് കളയണം. അപ്പോൾ അത് ഫുഡിൽ കലരാനുള്ള ചാൻസ് കൂടും. അങ്ങനെ നമ്മൾക്ക് എല്ലാ വർഷവും ഒരു 3000 രൂപയെങ്കിലും ഇതുപോലെ പല പാൻസൊക്കെ വാങ്ങിച്ച് നമുക്ക് ചിലവാകും. പക്ഷേ ഇതാവുമ്പോൾ നമ്മുടെ 40 കൊല്ലമായാലും 50 കൊല്ലമായാലും എൻ്റെ മരുമകൾക്കായാലും അവളുടെ മകൾക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന പാനാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.